എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഉച്ചഭക്ഷണം അമ്മ ഇലയിലായിരിക്കും. അതിന് മെയിനായിട്ട് പാത്രം കഴുകി സമയം കളയേണ്ട എന്നുള്ളത് കൊണ്ടാണ്. ഈ ഒരു മാങ്ങിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മാക്സിമം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്ന കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണൂരിൽ തന്നെയുള്ള ഫാമിലി വെഡ്ഡിങ്ങിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് എത്താണ്. ഹലോ ഹായ് നമസ്കാരം, പുതിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അങ്ങനെ നമ്മൾ ഏച്ചിയും അനിയത്തിയും ഞാനും അമ്മയും അച്ഛനും മോളും എല്ലാവരും എറണാകുളം എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നേരത്തെ. ഞങ്ങൾ അവിടെ ഏച്ചിനെയും മക്കളെയും ഏട്ടനെയും വെയിറ്റ് ചെയ്യാണ്. അവർ ഓൺ ദ വേ ആണ്. ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളാണ്. അപ്പോൾ അവർ ബ്ലോക്കിൽ പെട്ടിട്ടാണല്ലോ, അവർ സ്കൂട്ടിയിലാണ് വരുന്നത് കേട്ടോ, ബ്ലോക്കിലുള്ളത്. അപ്പോഴേക്കും നമുക്ക് വേഗം അവിടെ നിന്നുള്ള നോക്കി കളക്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അച്ഛനും അമ്മയ്ക്കും പിന്നെ അതുപോലെ തന്നെ ശിലമോൾക്കുമാണ് മെയിനായിട്ട് എടുക്കേണ്ടത്. പിന്നെ നമ്മുടെ ഏച്ചി 2 മക്കൾക്കും കൂടി എടുക്കണേ. അവിടെ പോയവിടെ നല്ല തണുത്ത വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു തുടക്കം. തണുത്ത വെള്ളം കുടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് സമയം അവിടെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ അവരെത്തിയതിന് ശേഷം ചായയും കൂടെ കുടിക്കാൻ പോയി. ഞാൻ മുൻപ് നമ്മുടെ ഓണ സമയത്ത് ഞാൻ ഈ ഒരു ഷോപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഇതാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, ഷോപ്പിംഗ് ഒക്കെ ക്ഷീണം പിടിക്കുമ്പോൾ നമുക്കൊരു ഗ്ലാസ് നല്ല ചായ, കോഫിയും ഉണ്ട് ചായയും ഉണ്ട്. അവിടെ നല്ല ബിസ്ക്കറ്റിൻ്റെ ഓരോ ഐറ്റംസാണ് ഉണ്ടാവാറ്. നല്ല ചെറിയൊരു ബിസ്ക്കറ്റായിരുന്നു, നല്ല പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അധികം ബിസ്ക്കറ്റൊന്നും തിന്നാത്ത ആളാണ്, പക്ഷേ ഞാനത് കഴിച്ചായിരുന്നു. എനിക്കത് ഇഷ്ടമായി കേട്ടോ. കർണാടകയൊക്കെ ഭയങ്കര ബിസ്ക്കറ്റിൻ്റെ കൊതിയന്മാരാണ്, ഇവിടെ ഇല്ല ബാക്കി എല്ലാവരും. അങ്ങനെ നമ്മൾ അവിടെ കുറേ സമയം ഇരുന്ന് ചായയൊക്കെ കുടിച്ച് എൻ്റെ അരണേട്ടനും ചായയും കടി എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് കഴിച്ച് അരണേട്ടനും ബാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ കണ്ണൂരേക്ക് വന്നത് ഒരാവശ്യത്തിന് വേണ്ടിയാണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടപ്പം എൻ്റെ അടുത്ത് ഒരുപാട് പേര് പേഴ്സണൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റി, പുതിയ വീടെടുക്കുന്നതാണോ, ജോലി കിട്ടിയോ, എന്തിനാണ് കണ്ണൂരേക്ക് എത്തിയത്? കാരണം ഞാൻ എപ്പോഴും കണ്ണൂർ വരുമ്പോൾ ഏതെങ്കിലും ആവശ്യത്തിനായിട്ട് വരുന്ന പറയാറുണ്ട്. ഇത് പറയാതെ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ടായിരിക്കാം എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടായത്. എന്തായാലും ഞാൻ എന്തായാലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എനിക്കറിയാം എന്താണെന്നുള്ളത്. അത് ഞാൻ പതിയെ പറയുന്നതായിരിക്കും കേട്ടോ. എന്തായാലും നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാതെ പോകില്ല. എൻ്റെ ഫാമിലിയിലെ ഒരു അംഗങ്ങൾ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ശിലമോൾക്ക് പറ്റിയതൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് അമ്മയ്ക്ക് ഒരു നല്ല മഞ്ഞ ഇട്ടിട്ടുണ്ടായിരുന്നത്. വിഷുവിന് മഞ്ഞ കൊന്നപ്പൂവിൻ്റെ ഒക്കെ കളർ മഞ്ഞ ആയതുകൊണ്ട് തന്നെ അമ്മ അത് സെലക്ട് ചെയ്തതായിരിക്കാം. മോൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. റേറ്റ് കേട്ടപ്പോൾ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര റേറ്റാണ്. നല്ല രസമാണ്. മോളുടെ ബർത്ത്ഡേക്ക് വരാൻ ആയതുകൊണ്ട് തന്നെ അത് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, പക്ഷേ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അമ്മ ഇതാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മോൾക്ക് അത് ഇട്ട് നോക്കിയപ്പോഴും ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഏച്ചിയും എല്ലാവരും അവിടെ മോന് വേണ്ടിയിട്ടുള്ള സെലക്ട് അവർക്ക് അവിടെ അപ്പുറത്തേക്ക് പോയിട്ട് സെലക്ട് ചെയ്യുന്ന സമയം കഴിഞ്ഞു. പിന്നെ അമ്മയ്ക്കും അച്ഛനൊക്കെ എടുക്കേണ്ടതായിരുന്നു. അമ്മയ്ക്ക് സാരിയും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. പിന്നെ ഫുൾ നമ്മൾ കറക്കും ഷോപ്പിംഗ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫാമിലി വെഡ്ഡിങ്ങിൽ ഞാനങ്ങനെ അധികം വരാത്തൊരാളാണ്. ഞാൻ അധികം മോക്ക് സ്റ്റുഡിയോ മാക്സ് അവിടെ നിന്നൊക്കെയാണ് അധികം മോക്ക് എടുക്കാറുണ്ടായിരുന്നത്. പിന്നെ ട്രെൻഡ്സ് പോലെ തന്നെയൊക്കെ എനിക്ക് എവിടെ നിന്നാലും ഞാൻ എടുക്കും കേട്ടോ. ചെറിയ പൈസയായാലും വലിയ പൈസയായാലും എല്ലാം ഞാൻ എടുക്കും. അങ്ങനെ നമ്മൾ അവിടെ നിന്നു. മോൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇവളിങ്ങനെ മുടി കെട്ടുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. മുടി ചുരുള മുടിയായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ കെട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അവളത് നിൽക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഏച്ചിയും അവിടെ ഏട്ടനും ബില്ലൊക്കെ അടക്കുവാണ്. അപ്പം നമ്മളിങ്ങനെ ഇരുന്ന് നിൽക്കുകയാണ്. ഞാൻ പിന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്നെ എന്തുകൊണ്ടാണ് കൂടുതൽ കാണിക്കാത്തതെന്ന് വിചാരിച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് മോശമായിട്ട് ഇരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം ഒക്കെ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വയ്യായ്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ മുഖം അധികം കാണിക്കാത്തത് കേട്ടോ. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിട്ട് കൊന്നപ്പൂ. ഇപ്പോൾ കൊന്നപ്പൂവൊന്നും കിട്ടാനില്ല, അതുകൊണ്ട് എല്ലാവരും പ്ലാസ്റ്റിക്കാണ്. ഒരുക്കിയിട്ടാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലിതീഷ് ഏട്ടൻ ശിലയ്ക്കുന്ന അവരുടെ വിഷു കോടി കൊടുത്ത് ഹാപ്പി വിഷു ഒക്കെ പറഞ്ഞു. അവർ വീട്ടിലേക്ക് പോയി, നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അവർ പിറ്റേ ദിവസം വിഷുവിൻ്റെ അന്ന് മാത്രമേ ഉച്ച കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പോൾ ഇത്തരമുള്ള വിശേഷങ്ങൾ എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. സൈനിങ് ഓഫ്.